കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ബീഫിൻ്റെ കരൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പം നന്നായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വഴട്ടിയിട്ട് മസാലപ്പൊടികളെല്ലാം സെയിം സാധനങ്ങൾ ഇട്ടിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിക്കത്തില്ല, ഏട്ടയും പിള്ളേരും കഴിക്കും കേട്ടോ. എനിക്കിങ്ങനെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കഴിക്കത്തേ ഇല്ല. ഞാനിതൊരു തൊള്ളി എങ്ങാനും ടേസ്റ്റ് ചെയ്ത് എൻ്റെ കുറുനാക്ക് വരെ തഴിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊട്ട് പോലും നോക്കത്തില്ല. പക്ഷേ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പിയാണെങ്കിലും കയറി ഇറങ്ങിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടായി പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ കരൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കയ്യോടെ തന്നെ ഞാനത് നന്നായിട്ട് ഉണക്കി റെഡിയാക്കി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പോലെ തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയത് ഏട്ടായാണ് കേട്ടോ. എനിക്ക് ഉപ്പ് പോലും നോക്കത്തില്ല. അപ്പം നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് വേവിച്ചതായതുകൊണ്ട് ഇനി ചെറു തീയിലിരുന്ന് നന്നായിട്ട് നല്ല കറുത്ത കളറാകുന്നവരെ അത് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിനും ഏട്ടായി ആ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലൊരു ബൾബ് ഇടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അടുപ്പും പാത്രത്തിൻ്റെ അവിടെ അത്ര വെട്ടം പോരാ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഒരു ബൾബ് ഇട്ട് തരണമെന്ന്. അപ്പോൾ ആളിന്ന് ഓർത്ത് ബൾബും വയറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മളിനി നമ്മുടെ അടുക്കള പ്രകാശപൂരിതമാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെട്ടമായിട്ട് 2 ബൾബായി. കറണ്ട് ബില്ലിന് എത്ര ആകുമെന്ന് അറിയത്തില്ല, എന്നാലും നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെട്ടയൊക്കെ ഇട്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് ഉണക്കി എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് അപ്പുറത്തെ എനിക്കൊരു മാങ്ങ കൊണ്ടു തന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാങ്ങ കിട്ടിയത് പിള്ളേർ ഉപ്പും കൂട്ടി തിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയത് ഞാൻ കുഞ്ഞൊരു അച്ചാറാക്കാമെന്ന് വിചാരിച്ചു. വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഇതിൻ്റെ ആ മാങ്ങാണ്ടി മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അരിഞ്ഞ് പറക്കിയെടുത്ത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് അതിനകത്തിട്ട് വഴറ്റി കുറച്ച് കാന്താരി മുളക് കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ വെളുക്കനെ അച്ചാർ ഇടത്തില്ലേ, അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം വേഗം മാങ്ങായും ഇട്ട് ഇൻസ്റ്റൻറ്റ് അച്ചാർ. ഇതിപ്പോൾ അധിക ദിവസത്തേന് കാണത്തില്ല, ഒരേ ഒരു മാങ്ങയല്ലേ ഉള്ളൂ. പിള്ളേർ തന്നെ ഇത് നന്നായിട്ട് കഴിക്കും. ഞാൻ അവർക്കൂടെ കഴിക്കാൻ പാകത്തിന് ഒരുപാട് എരിവാക്കിയിട്ടില്ല. അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് എണ്ണയിൽ കായപ്പൊടിയും കൂടെ മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മണം വരും. ഹായ്, നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടത്തിൽ കുറച്ച് അച്ചാർ മാത്രം ഇട്ടിട്ട് അതിൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ തോന്നും കേട്ടോ. അപ്പം നമ്മുടെ അച്ചാർ റെഡിയായി. കുറച്ച് ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു വിശപ്പ്. അപ്പം ഞാൻ കൈയോടെ വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ട് കുറച്ച് ചോറും കറികളും ഒക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ കേട്ടോ. ഉച്ചയ്ക്ക് ഉണ്ണാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ.